ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VFAയുടെ നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. VFA മാത്രമല്ല CPO അടക്കമുള്ള ഏകദേശം 66 പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇക്കഴിഞ്ഞ 15-ാം തീയതി എന്ത് ചെയ്ത് PSC റിലീസ് ചെയ്തത് അല്ലേ. ഓൾറെഡി നിങ്ങൾ കുറെ പേര് അപ്ലൈ ചെയ്ത് കാണും. അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജനുവരി 14 വരെയാണ് നിങ്ങൾക്ക് എന്ത് വരിക, ലാസ്റ്റ് ഡേറ്റ് വരിക. അപ്പൊ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. ഈവൻ ഡിഗ്രി ഹോൾഡേഴ്സിന് പോലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത്. അപ്പൊ ഈ വരാൻ പോകുന്ന കോഴ്സുകളുടെ എക്സാമുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസും ഏജ് ലിമിറ്റും എല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം തന്നെയായിരുന്നു VFA എന്ന് പറയുന്നത്. നമ്മൾ കമ്പനി ബോർഡിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ പലരും എൻക്വയറി ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു VFAയുടെ സിലബസിന്റെ കാര്യം അല്ലെ. VFAയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് വരും, അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ്. അപ്പോൾ പലരും നമ്മൾ ഈ VFAയുടെ കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം പല വീഡിയോയിലായിട്ട് അസസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കമ്പനി ബോർഡിന്റെ കേസ് വരുമ്പോഴെല്ലാം പലപ്പോഴും വരുന്ന ഒരു സംശയമാണ്. ഈ പറഞ്ഞ കമ്പനി ബോർഡിന്റെ കേസിലൊക്കെ നമുക്ക് ഒരു മാസ് റിക്രൂട്ട്മെന്റ് അടങ്ങുന്ന ഒരു ജോലി തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അല്ലെ. VFAയുടെ കേസിൽ വരുമ്പോൾ നമുക്കറിയാം ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വരുന്നത്. ചിലയിടത്ത് കൂടുതൽ നിയമനങ്ങൾ നടക്കും, ചില ജില്ലകൾ കുറയാറുണ്ട്. എങ്കിൽ പോലും കമ്പനി ബോർഡിലും മാസ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു എക്സാം അല്ല എന്നുണ്ടെങ്കിൽ പോലും ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കൂടുതൽ, അല്ലെങ്കിൽ ഒരുപാട് പേര് ഒന്ന് പരിശ്രമിച്ച് നോക്കുന്ന ഒരു ജോബാണ്, അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന ഒരു ജോബാണ് ഇതെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്രയും ആപ്ലിക്കൻസ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കാണ് കട്ട് ഓഫ് ഒക്കെ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് നേരത്തെ അനലൈസ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു കട്ട് ഓഫ് റേഞ്ച് വരുമ്പോഴത്തേക്ക് അത്രയും ഒരു ഹയർ കട്ട് ഓഫ് നമ്മൾ കമ്പനി ബോർഡ് നോക്കിയാലും പറയാം, VFA നോക്കുമ്പോഴത്തേക്കും എല്ലാത്തിലും ഒരു 70 എബോ കട്ട് ഓഫ്, 70-80 റേഞ്ചിലെ കട്ട് ഓഫ് വരുന്ന നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും കട്ട് ഓഫ് കൂടുന്നു, അല്ലെങ്കിൽ ഇത്രയും കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് നമുക്ക് ലിസ്റ്റിലേക്ക് കയറാനുള്ള സാധ്യത എത്രത്തോളം കുറയുകയാണ്, ഇങ്ങനെ ഒരുപാട് സംശയം എല്ലാവർക്കും വരാറുണ്ട് അല്ലെ. അപ്പൊ ആദ്യമേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ഓഫിന്റെ കേസ് വരുന്ന മറ്റൊന്നുമില്ല, ഡിഗ്രി ഹോൾഡേഴ്സും എഴുതുന്നതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെയധികം കൂടിയ രണ്ട് എക്സാമ്പിളാണ് VFAയും കമ്പനി ബോർഡ് LGS എന്നും പറയുന്നത് അല്ലെ. പക്ഷേ ഡിഗ്രി ഹോൾഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് 10th ലെവൽ എക്സാംസിന്റെ അതേ ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രം മുന്നോട്ട് പോകുന്ന എക്സാമുകളുമാണ് ഏതെന്ന് പറയുന്നത് VFA ആണെങ്കിലും കമ്പനി ബോർഡ് LGS ആണെങ്കിലും. വിച്ച് മീൻസ് ഈ 75 അല്ലെങ്കിൽ 80 റേഞ്ചിലൊക്കെ ഈ പറഞ്ഞ കട്ട് ഓഫ് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. കാരണം അതിന്റെ സ്റ്റഡി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിട്ട് 10th ലെവലിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് കൂടുതൽ ആപ്ലിക്കൻസിൽ നിന്നും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഒരു കട്ട് ഓഫ് വെക്കുന്നത്. ഞാൻ പറഞ്ഞത് 75 വന്നാലും 80 വന്നാലും നിങ്ങൾക്ക് ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് മാത്രമാണ് എന്തിനു വന്നിരിക്കുന്നത്, VFAയ്ക്കും അതുപോലെ കമ്പനി ബോർഡ് LGS ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സ്റ്റഡി ലെവൽ വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. സോ ഒരു ഹയർ കട്ട് ഓഫ് ഉണ്ട്, പലപ്പോഴും ആദ്യമേ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരു നെഗറ്റീവ് തോട്ട് വരേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റഡി ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. സോ അത് എങ്ങനെ പഠിച്ചാൽ നമുക്ക് ആ കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ, എത്ര ദിവസം പഠിക്കണം, എന്തെല്ലാം പഠിക്കണം. സോ VFAയ്ക്ക് ഒരു കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഡീകോഡ് ചെയ്തിട്ട് അത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. ഞാൻ പറയുന്നു, VFA ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു 120 ദിവസം എന്നുള്ളതാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ വരാൻ നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരണം, 2026 ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് വരണം, ഈ പറഞ്ഞ പോലെ പല ജില്ലകളിൽ VFAയുടെ റാങ്ക് ലിസ്റ്റ് വരണം. സോ അതിന്റെ എക്സാമും മറ്റു കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്, ഒരു 120 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് വെക്കേണ്ടത്. അതായത് ഈ 120 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ എൻറ്റയർ സിലബസും കവർ ചെയ്തിട്ട് അതിന്റെ PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസും ലാസ്റ്റ് റൗണ്ടിൽ കണ്ടക്ട് ചെയ്ത് എല്ലാ ടോപ്പിക്സും നമ്മൾ എല്ലാ സിലബസും കവർ ചെയ്ത് അതിന്റെ റിവിഷനും കണ്ടക്ട് ചെയ്ത് വേണം നമ്മൾ എങ്ങോട്ടേക്ക് പോകാനായിട്ട്, എക്സാം എഴുതാൻ വേണ്ടി പോകാനായിട്ട്. സോ അതിനു വേണ്ടിയാണ് ഈ ഒരു 120 ദിവസത്തെ ഈ ഒരു സ്റ്റഡി പ്ലാൻ, ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡെയിലി ടൈം ടേബിളിന്റെ ബേസിസിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഈ 120 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങൾ കൂടുതൽ പഠിക്കുക, ചില ദിവസങ്ങൾ കുറവ് പഠിക്കുക, ചില ദിവസങ്ങൾ പഠിക്കാതിരിക്കുക, അങ്ങനെ ഒന്നുമല്ല. ഈ 120 ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, VFA എന്ന് പറയുന്ന ആ ഒരൊറ്റ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് അല്ലെ. ഈ 120 ഡേയ്സിലും നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിളിന്റെ ബേസിസിലുള്ള ക്ലാസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് പലപ്പോഴും എത്രത്തോളം പഠിച്ചാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, ഓരോ ദിവസവും എത്ര നേരം പഠിക്കണം, എന്തെല്ലാം പഠിക്കണം, ഇതെല്ലാം ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും അതിന്റെ ക്ലാസ്സസും അതിന്റെ നോട്ട്സും എല്ലാം PDF നോട്ട്സും എല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, ഡെയിലി ബേസിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ 120 ഡേയ്സിൽ നമ്മൾ മാക്സിമം ഏർലി തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിലബസ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ്സസിലൂടെ നമ്മൾ എന്തെങ്കിലും കവർ ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിസിൽ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഡെയിലി ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അതുമായിട്ട് കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒറിജിനൽ PSC എക്സാമിന്റെ നമ്മൾ PYQs വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും. എക്സാമിന്റെ അതേ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യേണ്ട? ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. സോ ഈ രീതിയിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സിലബസ് വരുന്നത് അല്ലെ. VFAയുടെ സിലബസിൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ഈ ഒരു സിലബസ് തന്നെയാണ് ഞാൻ പറയുന്നു. നിങ്ങൾ 10th ലെവലിന് പഠിക്കുന്ന അതേ സിലബസ്, കമ്പനി ബോർഡ് LGSന്റെ അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ഏതിനും വരിക, ഈ പറയുന്ന പോലെ VFAയ്ക്കും വരിക. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ജനറൽ നോളജ് പാർട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഏറ്റവും ബേസ് ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ 70 അല്ലെങ്കിൽ ആ ഒരു ഹയർ കട്ട് ഓഫ് കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണ് പഠിക്കാൻ പോകുന്നതെന്നുള്ള തോട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഏറ്റവും ബേസ് ലെവലിലുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് എന്തിന് കവർ ചെയ്യേണ്ടത്? ഈ പറയുന്ന പോലെ VFAയ്ക്കും മറ്റ് കമ്പനി ബോർഡ് LGSനും എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഏറ്റവും ബേസിലുള്ള പഠനമാണ്. അത് എൻ്റെ സിലബസ് നോക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ GK പാർട്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് വരും? GK പാർട്ട് നിങ്ങൾക്ക് ഏകദേശം 50 മാർക്കിന് വരും. 50 മാർക്കിന് വരും. അത് കൂടാതെ 20 മാർക്ക് നിങ്ങൾക്ക് എന്തും വരും? കറന്റ് അഫയേഴ്സും വരും. അങ്ങനെ ടോട്ടൽ 70 മാർക്ക്. GK പാർട്ടും കറന്റ് അഫയേഴ്സും കൂടെ നിങ്ങൾക്ക് ടോട്ടൽ ഏകദേശം 70 മാർക്കിന് വരും. അത് GK പാർട്ടൊക്കെ ഞാൻ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒന്നും വരുന്നില്ല. അതാണ് GK പാർട്ട് വരുന്നത് അല്ലേ. ദെൻ നമുക്കറിയാം മാത്സ് 10 മാർക്ക് വരും. മാത്സ് നിങ്ങൾക്ക് എത്ര മാർക്ക് വരും? 10 മാർക്ക് വരും. ദെൻ ഇംഗ്ലീഷ് 10 മാർക്ക് ആൻഡ് മലയാളം നിങ്ങൾക്ക് എത്ര വരും? 10 മാർക്കിന് വരും. അങ്ങനെ 70 മാർക്ക്. GK പാർട്ട് 50, 20 മാർക്ക് കറന്റ് അഫയേഴ്സ് ആൻഡ് 30 മാർക്കാണ് എന്തിന്? 10 മാർക്ക് ഇതേത് മാത്സും അതുപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ്ങും ഇംഗ്ലീഷും മലയാളം നിങ്ങൾക്ക് 10 മാർക്ക് വീതമാണ്. ടോട്ടൽ 30 മാർക്ക്. അങ്ങനെയാണ് നിങ്ങൾക്ക് 100 മാർക്ക് വരുന്നത് അല്ലെ. ഞാൻ പറഞ്ഞില്ല ഏറ്റവും പറഞ്ഞില്ല 10th ലെവലാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് മാത്രമാണ് നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് വല്ലതും പോകണോ, അല്ലെ കാർഡടച്ച് വെടിവെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഏറ്റവും ബേസിക് ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ ടൈം എടുത്ത് നമ്മുടെ ഈ ഒരു ടൈമിൽ മാക്സിമം കവർ ചെയ്ത് റിവൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം വരുന്നത് അല്ലെ. വെറുതെ എല്ലാം പഠിച്ചു പോകാന്നുള്ളതല്ല. മാക്സിമം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ കവർ ചെയ്തതിന് ശേഷം റിവിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ്. അതേ നോക്കുക. GK പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് നോക്കുക? ചരിത്രം, നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ എല്ലാത്തിലും വരുന്നതല്ല കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി. അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. നമ്മൾ 10th ലെവൽ വരുന്ന എക്സാംസിന്റെ അതേ സിലബസ് തന്നെയാണ് ഇതിനും വരുന്നത്. VFAയ്ക്കും വരുന്നു. മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. പുതിയതായിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടോ വല്ലതും പഠിക്കാൻ വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല അല്ലെ. അപ്പൊ അത് ടോട്ടൽ 5 മാർക്കിനാണ് വരുന്നത് അല്ലെ. ഹിസ്റ്ററി നിങ്ങൾക്ക് ടോട്ടൽ 5 മാർക്കിനാണ് വരുന്നത്. ഇനി ജോഗ്രഫി വരുമ്പോൾ അതും 5 മാർക്കിനാണ്. എന്തൊക്കെ തന്നെയാണ്? ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അല്ലെ. ജോഗ്രഫിക്കലെ ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കണം. ദെൻ നമുക്കറിയാം ഇന്ത്യൻ ജോഗ്രഫിയും വേണം, കേരള ജോഗ്രഫിയും വേണം. ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇൻ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ടോ? ഇല്ല. ബേസിക് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് 10th ലെവലിൽ അതേ സിലബസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ നിങ്ങൾക്ക് വരുന്നുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. ആൻഡ് നമ്മൾ എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നോക്കുക. എക്കണോമിക്സ് ഒക്കെ ഏറ്റവും ബേസിക് ആണ്. ഇന്ത്യൻ എക്കണോമിയുടെ ബേസിക് കൺസെപ്റ്റ്സ് മാത്രമാണ് പഠിക്കേണ്ടത്. ഇന്ത്യൻ സാമ്പത്തിക രംഗം, 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പഠിക്കേണ്ടത് അല്ലെ. വിപ്ലവങ്ങൾ. അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ട് എക്കണോമിക്സ് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? VFAയുടെ സിലബസിൽ നിങ്ങൾ പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക. ഡിഗ്രിയിലെ എക്സാംസ് പോലെ ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബേസിക് ഫാക്ട്സ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശം, നിർദ്ദേശതത്വങ്ങൾ, മൗലിക കടമകൾ, അങ്ങനെ പ്രധാനപ്പെട്ട ഭേദഗതികൾ, അത് തന്നെ എല്ലാം വാരി വലിച്ചിട്ട് പഠിക്കണോ? ഇല്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഭേദഗതികൾ പല ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഈ തന്നിരിക്കുന്നതിന് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് ഭേദഗതികൾ നമ്മൾ പഠിക്കേണ്ട എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. ദെൻ പഞ്ചായത്തി രാജും മറ്റു കാര്യങ്ങളും എല്ലാം, അങ്ങനെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ. അങ്ങനെ ബേസിക് 10th ലെവൽ ടോപ്പിക്സ് മാത്രമേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. എന്നാൽ LGS, LDC എക്സാംസ് ഒക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി സിലബസിൽ പുതിയതായിട്ടൊന്നുമില്ല. ആ സെയിം സിലബസ് വെച്ച് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇതിന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നല്ല, മറ്റു സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ കേരള ഭരണവും സംവിധാനങ്ങളും അല്ലെ. കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും വരും. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് അവിടെയും സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അങ്ങനെ ബേസിക് കാര്യങ്ങൾ മാത്രം. നെക്സ്റ്റ് സയൻസ് പാർട്ടിലേക്ക് വരുമ്പോൾ ബയോളജിക്ക്, നമ്മുടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിന് എന്താണ്? 6 മാർക്കാണ് വരുന്നത്. ബാക്കി ഇതുവരെ പറഞ്ഞ എല്ലാം 5 മാർക്കാണ്. ജീവശാസ്ത്രം വരുമ്പോൾ അവിടെ 6 മാർക്ക് വരും. അവിടെയും ഈ പറഞ്ഞ മനുഷ്യ ശരീരം, ഹ്യൂമൻ ബോഡി, ജീവകങ്ങളും ധാതുക്കളും, അവയുടെ അപര്യാപ്ത രോഗങ്ങൾ, അറിയാലോ, വൈറ്റമിൻസും ഡെഫിഷ്യൻസി ഡിസീസും പഠിക്കുക. ദെൻ സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും, വൈറൽ ഡിസീസ്, ബാക്ടീരിയ ഡിസീസ്, അതെല്ലാം പഠിക്കുക. പിന്നെ നമുക്ക് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് എവിടെ പഠിക്കാനായിട്ട് വരിക? ബയോളജിയിൽ നമുക്ക് പഠിക്കാനായിട്ട് വരിക. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം നമ്മുടെ ബേസിക് ലെവലിലുള്ള സ്റ്റഡീസ് ആണ് വരുന്നത് അല്ലെ. ഫിസിക്സ് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കുക അല്ലെ. ഭൗതികശാസ്ത്രത്തിന്റെ ശാഖകൾ, പിന്നെ ദ്രവ്യം, യൂണിറ്റ്, പിന്നെ ചലനം, മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. അതിൽ 1ാം ചലന നിയമം, 3ാം ചലന നിയമം, ആക്കം, ഇതെല്ലാം വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് പ്രകാശമാണ്. ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. സൗണ്ട് വരുന്നുണ്ട്. ഫോഴ്സ്, ബലം വരുന്നുണ്ട്. ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്, താപം, ടെമ്പറേച്ചർ ആൻഡ് പ്രവൃത്തി, ഊർജം, പവർ, വർക്ക്, എനർജി, പവർ, ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് എവിടെ വന്നിരിക്കുന്നത്? ഫിസിക്സിൽ വന്നിരിക്കുന്നത്. അതിനും 3 മാർക്കാണ് വരുന്നത്. ആൻഡ് രസതന്ത്രം, കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെയും 3 മാർക്ക്. ആറ്റം
മൂലകങ്ങൾ ആൻഡ് ലോഹങ്ങൾ അലോഹങ്ങൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് എവിടെ വന്നിരിക്കുക കെമിസ്ട്രിയുടെ കേസിൽ വന്നിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ ബേസിക് ലെവലാണ്. നിങ്ങൾ എക്സ്ട്രാ ഭയങ്കര ഡീപ്പായിട്ട് പോകുന്ന സാധനങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടില്ല. ദെൻ നമുക്ക് കല വരുമ്പോഴത്തേക്ക് കലാ സാംസ്കാരികം എല്ലാം നമുക്ക് വരുന്നുണ്ട്. കല വരുമ്പോഴത്തേക്ക് അറിയാലോ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, അതിന്റെ ഉത്ഭവം കാര്യങ്ങളും വേണം. പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഏതിനകത്ത് വരിക കലയിൽ പഠിക്കാനായിട്ട് വരിക. ആൻഡ് കായികം വരുമ്പോഴത്തേക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കായിക താരങ്ങൾ, അവരുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ നേട്ടങ്ങൾ പഠിക്കുക. ദെൻ പ്രധാനപ്പെട്ട അവാർഡുകൾ പഠിക്കുക അല്ലെ, അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലെയും പ്രധാനപ്പെട്ട അവാർഡുകൾ പഠിക്കുക. ട്രോഫികൾ, നെഹ്റു ട്രോഫി അല്ലെങ്കിൽ ഇന്ത്യയിലെയും ലോകത്തിലെയും വിവിധ ട്രോഫികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കായിക താരങ്ങൾ, അതിന്റെ എല്ലാം കറന്റ് അഫയേഴ്സും ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം നമുക്കറിയാലോ, കബഡിയിൽ എത്ര ആൾക്കാരുണ്ട്, വോളിബോളിൽ എത്ര ആൾക്കാരുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പിന്നെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങൾ, ഇപ്പോൾ ചില വാക്കുകൾ വധിക്കാറില്ലേ, ഇപ്പൊ ഈ പറഞ്ഞ ബൾക്ക് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, കബഡിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ദെൻ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ എസ്പെഷ്യലി ഏത് പഠിക്കണം, നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടന്ന ഒളിമ്പിക്സിന്റെ കുറച്ച് ഫാക്ട്സ് പഠിക്കണം. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യക്കാരുടെ നേട്ടങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, അതെല്ലാം നന്നായിട്ട് പഠിക്കുക. ദേശീയ ഗെയിംസ് പഠിച്ചിരിക്കുക. പിന്നെ ഇനങ്ങളും ഓരോ രാജ്യത്തിന്റെ ദേശീയ കായിക ഇനങ്ങൾ അതും പഠിച്ചിരിക്കാൻ ടോപ്പിക്കാണ് കേട്ടോ. അതാണ് കായികത്തിൽ വരുന്നത്. സാഹിത്യം വരുമ്പോൾ അറിയാലോ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, പിന്നെ ഓരോ പ്രസ്ഥാനങ്ങളെയും പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും, എഴുത്തുകാരുടെ തൂലികാനാമങ്ങളും അവരനാമങ്ങളും, കഥാപാത്രങ്ങളും കൃതികളും ഏതൊക്കെയാണെന്നുള്ള പഠിച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏതിനകത്ത് വരിക, സാഹിത്യത്തിൽ വരിക. സാഹിത്യത്തിലെല്ലാം ഞാൻ ഈ പറയുന്ന പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ കേട്ടോ. യെസ്, അടുത്തത് നമ്മുടെ സംസ്കാരം കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആഘോഷങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾ, സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ഈ ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് കൂടുതൽ നിങ്ങൾക്ക് എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക അല്ലെ. ദെൻ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മുടെ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ നമ്മുടെ IT പാർട്ട് വരുമ്പോൾ ഇത്രയും ടോപ്പിക്സ് ഉണ്ട് എന്നുള്ളൂ. മാർക്കൊക്കെ നമുക്ക് എന്താണ് വളരെ വളരെ കുറവാണ്. ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കമ്പ്യൂട്ടർ പാർട്ടിൽ നിന്ന് വരുന്നുള്ളൂ. ഹാർഡ്വെയർ പഠിക്കുക, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഡിവൈസ് ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് പഠിക്കണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന്റെ ഫംഗ്ഷൻസ്, അതൊക്കെ അവിടെ വരും. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലെ, നമ്മുടെ LAN, MAN, WAN, അതിന്റെ ഡിഫറൻസ്, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുക. ദെൻ ഇന്റർനെറ്റ് സർവീസസ്, ഇന്റർനെറ്റും അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും, WW എന്താണെന്നുള്ളത്, ഇമെയിൽ സർവീസസ്, ഡിഫറൻറ്റ് സെർച്ച് എഞ്ചിൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് പഠിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി സൈബർ ക്രൈംസും സൈബർ ലോസും. ഇവിടെ നിന്നാണ് പലപ്പോഴും നമുക്ക് ഫോക്കസ് ചെയ്ത് എന്ത് വരാറുള്ളത്, ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് അവിടെ നിന്ന് പഠിക്കണം കേട്ടോ. ആൻഡ് ദെൻ നമുക്ക് വരുന്നതാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്. എല്ലാം അറിയാലോ, വിവരാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതുപോലെ വൾനറബിൾ സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള, SC/ST സംരക്ഷണം, SC/ST നാഷണൽ കമ്മീഷൻസ്, നമ്മുടെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനുകളെല്ലാം പഠിക്കണം. ദെൻ സ്ത്രീകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, പോക്സോ ആക്ട്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, പ്രധാനപ്പെട്ട പഠിക്കേണ്ടതാണ്. ആൻഡ് കറന്റ് അഫയേഴ്സ് 20 മാർക്കിന് വരും അല്ലെ. കറന്റ് അഫയേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ 20 മാർക്കിനാണ് വരുന്നത്. ദെൻ നമുക്ക് വരുന്നത് അടുത്ത നമുക്ക് എന്താണ്, മാത്സ് പാർട്ട് ആണ് വരുന്നത് അല്ലെ. മാത്സ് വരുമ്പോഴത്തേക്ക് മാത്സിന് 5 മാർക്കും റീസണിങ്ങിന് 5 മാർക്കുമാണ്. നിരീക്ഷണ പാഠത്തിന് എത്ര മാർക്കാണ്, 5 മാർക്കാണ്. മെന്റൽ എബിലിറ്റിക്ക് 5 മാർക്കാണ് വരിക. അതും ഈ പറയുന്ന പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മാത്സിൽ നിങ്ങൾക്ക് എന്ത് വരുന്നുള്ളൂ, പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. റീസണിങ് വരുമ്പോഴും ഈ പറയുന്ന പോലെ 10th ലെവലിൽ നമ്മൾ നോർമൽ പഠിക്കാറുള്ള അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ഏതിനകത്തും വരിക, VFAയുടെ കേസിലും വരിക. ആൻഡ് ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമുക്ക് ഗ്രാമർ പാർട്ടും ഉണ്ട്, വൊക്കാബുലറി പാർട്ടും ഉണ്ട്. രണ്ടിനും 5 മാർക്ക് വീതമാണ്. ഇതും ഈ പറഞ്ഞ പോലെ 10th ലെവൽ സെയിം സിലബസ്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കേസ് നമ്മൾ ഓൾറെഡി എപ്പോഴും പറയാറുള്ളതാണ്. അതിലേക്ക് ഇതിന്റെ സിലബസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. VFAയുടെ കംപ്ലീറ്റ് സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം അടങ്ങുന്ന ഒരു PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബേസ് ലെവൽ സിലബസ് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. മലയാളം ആണെങ്കിലും പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് വരുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും അടിസ്ഥാന അല്ലെ ബേസിക് ലെവലിലുള്ള സാധനങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് വരുന്നത്, VFAക്ക് പഠിക്കാനായിട്ട് വരുന്നത്. കമ്പനി ബോർഡ് ആണെങ്കിലും VFA ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ബെവ്കോൾഡി ആണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത് ബേസ് ലെവലാണ്. പക്ഷെ ബേസ് ലെവലിന് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനം. ഈ പറയുന്ന പോലെ എന്ത് വേണം, ഈ ഒരു 120 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ഇതിനാണ് നമ്മൾ പ്രൈമറി ഫോക്കസ് കൊടുക്കുന്നത്. മാക്സിമം ഏർലി സിലബസ് കവർ ചെയ്യുക. ദെൻ നമ്മൾ എന്തിലേക്ക് പോവുക, റിവിഷനിലേക്ക് പോകുമ്പോൾ PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷനിലേക്ക് തന്നെ പോവുക. ഇത് രണ്ടും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ പഠിച്ചു പോയാൽ ഈ 120 ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ സിലബസ് കവറേജും അതുപോലെ തന്നെ ഈ റിവിഷനും എല്ലാം നമുക്ക് എന്താണ്, കംപ്ലീറ്റ്ലി സെറ്റ് ആണ്. സോ ഒരു ടെൻഷനും വേണ്ട. ഇനി അങ്ങോട്ട് എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രിപ്പറേഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ താഴെ സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് വിളിക്കുക, അഡ്മിഷൻ എടുത്തിട്ട് മാക്സിമം നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ലൈവ് ക്ലാസ്സിന്റെ അപ്ഡേറ്റ്സും ചാനൽ ത്രൂ ഫ്രീ ലൈവ് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം വരും. അപ്പൊ ആ ക്ലാസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മൾ കമന്റിൽ അത് പിൻ ചെയ്തിട്ടേക്കാം.
സോ അതിലേക്ക് ജോയിൻ ചെയ്താൽ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്.